ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് റിയാദിനോട് ഇവിടെ പറയാണ്. ഇന്ന് റിയാദിലെ ലാസ്റ്റ് ദിവസം. അപ്പോൾ ഇന്ന് നേരെ ഖത്തർ പോവാണ്. അപ്പോൾ നമ്മളെ ലിസ്റ്റിലുണ്ടായിരുന്ന 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ബോളിവാഡ് സിറ്റി, പിന്നെ ഒരു എയറോനോട്ടിക്കൽ മ്യൂസിയം, അങ്ങനെ 2-3 സ്ഥലങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും തുറക്കുന്നത് ഒരേ ടൈമിലാണ്, 4 മണിക്കാണ്. പിന്നെ അതേപോലെ ഇന്നലെ നമ്മൾ കണ്ട വണ്ടർ ഗാർഡൻ അതും തുറക്കുന്നത് 4 മണിക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ ടൈം ആയതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ആകെ വന്നത് 4 ദിവസത്തിനാണ്. 4 ദിവസത്തിൽ 2 ദിവസം ഏകദേശം ട്രാവലായി. 2 ദിവസം മാത്രമാണ് റിയാദിൽ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഖത്തർക്ക്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഏരിയ അത്യാവശ്യം നല്ല സിറ്റി തന്നെയായിട്ടുള്ളത്. നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ വണ്ടിക്ക് ലോഡാക്കി. അപ്പം ഇനി നേരെ നമ്മൾ പോകാട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ റിയാദിന്ന് ഖത്തർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈമും നമുക്കിത് പെട്ടെന്ന് എങ്ങനെ പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഉണ്ടാവില്ല. പല ടൈമും നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന പോലെ ഓപ്പണിംഗ് അല്ല. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്കേ എന്നും പെടുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കിട്ടില്ലല്ലോ അവിടെ. ഇപ്പം ഇനി നേരെ ഖത്തർ പോകുമ്പോൾ ആ മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഫുഡ് കിട്ടില്ല, ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ നേരെ അവിടെ കയറിങ്ങാണ്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ അത് മെയിനായിട്ട് ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അറബിക് ഫുഡിൻ്റെ മെനു ആണ് ഇവിടെ ഫുള്ളായിട്ട് കാണുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നത് ചിക്കനും മട്ടനൊക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത് ഈ കാണുന്ന സാധനം, കുനാഫ. അപ്പോൾ അത് ഇവിടെ ലൈവിൽ ഉണ്ടാക്കി തരാമല്ലേ. സാധനം പാക്ക് ചെയ്തിട്ട് നമ്മളതാണോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് വാങ്ങിച്ച് വണ്ടി കയറ്റി കുറച്ച് കുറഞ്ഞ 1-2 സാധനങ്ങൾ വാങ്ങാണ്ട്, വെള്ളം വാങ്ങാണ്ട് അതായത് അപ്പുറത്ത് പോകും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് 7up, പിന്നെ കുറച്ച് പ്ലേറ്റ്, കുറച്ച് ഗ്ലാസ്, അങ്ങനത്തെ 1-2 സാധനം വാങ്ങിക്കണം. അപ്പോൾ നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ച് വണ്ടി കയറ്റി നേരെ നമ്മൾ റൂട്ട് പോയിട്ടില്ല. ഈ ഒരു ഏരിയ ഒക്കെ പോയത് രാത്രി സമയത്താണ് റിയാദിലോട്ട് പോയത്. അപ്പോൾ തിരിച്ച് ഖത്തറിലോട്ട് പോണ സമയത്ത് ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ പുതിയ പ്രൊജക്റ്റ് കണ്ടു. പുതിയ പ്രൊജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് വെച്ചേക്കണ ഫ്യൂച്ചർ സിറ്റി എന്നുള്ള പേരിലാണ് ഇത് ബോർഡ് വെച്ചേക്കണേ. കാരണം റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണേണ്ടത്. ഇതിങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഈ കാണുന്ന നോക്കുകയാണെങ്കിൽ നീണ്ട് കിടക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു സിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തത്തിൽ മാറില്ല. അപ്പോൾ സൗദിയൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഏരിയയിൽ. ഇത്രയും വലിയൊരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. സൗദി എന്ന് പറഞ്ഞ രാജ്യത്ത് മൊത്തത്തിൽ എത്ര ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടാവും. ഇപ്പോഴും ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ഏരിയ. ഈ റോഡിന്റെ സ്പീഡ് 140 അതുകൊണ്ട് അടിച്ച് മിന്നി പോവാ നമുക്ക്. ഞാനേ നമ്മളെ അതൊന്ന് കുറച്ച് വിട്ടു പോന്നപ്പോൾ തന്നെ നല്ലൊരു ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഇറങ്ങി. ഇപ്പൊക്കെ എത്തിയപ്പോഴൊക്കെ നമ്മളെ ഉപ്പുക്ക് പോണ ആ റോഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റോഡിലൂടെ ഇങ്ങനെ പോവാണ്. 2 സൈഡും മരുഭൂമി. നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ കണ്ട ആ സാധനത്തിൽ ആ റോഡ് തന്നെയാണത്. ഇപ്പൊ ഞാൻ നല്ലൊരു ഉറക്കം ഇറങ്ങി. ഈ ഉറങ്ങിയടാ ഉറങ്ങിക്കൂടെയിലെന്ത് അവനെ ഉറങ്ങിയ പിന്നെ നമ്മളെല്ലാരും ഉറങ്ങും. ഇനി നമുക്ക് ഏകദേശം 250 കിലോമീറ്ററാണ് ഖത്തർ ബോർഡർക്ക് കാണിക്കാറ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഫ്രണ്ടില് ഫുഡൊക്കെ നമ്മൾ വണ്ടി തന്നെ വെച്ചിരിക്കണം. ഇപ്പം കഴിച്ചിട്ടില്ല. നല്ലൊരു സ്പോട്ട് കിട്ടുമ്പോൾ അത് നോക്കണം. ഈ ഒരു ഏരിയ നമുക്ക് സൗദിയിലോട്ട് പോണ സമയത്ത് വളരെ ഉപകാരപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഫൂഫ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പമ്പ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പമ്പാണിത്. പമ്പുണ്ട്, അതേപോലെ കോഫി ഷോപ്പ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ പള്ളിയുണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പൊ ഈ ഏരിയ, ഈ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോന്റെ താഴെ പിൻ ചെയ്തിട്ടില്ല. അപ്പൊ സൗദിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. പമ്പിന്റെ സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിൻ്റെ ഇട്ടില്ല. ഇത് 2 കസാലൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റിയ വൈബ് ഏരിയയാണ് ഇട്ട്. ചകുന്നാൻ വേണ്ടിട്ട് ഇവിടെ ബോധം പൊട്ടിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡ് മലയാണ്. സൺസെറ്റിന്റെ ടൈമാണ്. കറക്റ്റ് സണ്ണിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിംഗ് ആയിട്ടില്ല നമ്മളെ. അപ്പൊ നമ്മളിവിടുന്ന് 9 എണ്ണ അടിച്ച് ഫ്രഷായി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നോക്കി ടോയ്ലറ്റിലൊക്കെ പോയിക്കൊണ്ട് തന്നെ കഴിഞ്ഞ് ഇപ്പൊ ഇനി നമ്മൾ ഇവിടെ ഇനി മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അങ്ങനെ അവസാനം നമ്മൾ ഖത്തർ ബോർഡറിലെത്തി. അപ്പോൾ ബോർഡറിലെത്തുന്നതിൻ്റെ മുന്നേ ചെറിയൊരു പാർക്ക് ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഇരുന്ന് ഫുഡ് കഴിക്കാൻ. ഈ ബാഗ് കാണുന്ന സെൽവ ബീച്ചാണ്. നമ്മളെ ഖത്തറിലെ സെൽവ ബീച്ചിന്റെ ബാക്കി വരുന്ന ബീച്ചാണ് ഈ ഒരു ബീച്ച്. അപ്പോൾ ഇതും സെൽവ ബീച്ച്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കുറേ ഹട്ടുകളുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ വാങ്ങിച്ചു, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഇനി ഇവിടെ ഈ ഹട്ടിൽ സൈഡാക്കിയിട്ട് കഴിക്കാല പ്ലാനാണ്. നമുക്ക് ഇവിടെ ഈ ഹട്ടിന്റെ സൈഡിൽ തന്നെ നമുക്ക് കൈകാല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇവിടുന്ന് കൈകി നമ്മളവിടെ ബാർബിക്യൂ ഇടാൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് തന്നെയല്ലേ ആണ്. ബാർബിക്യൂ ഇടാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ. പൊട്ടിച്ച് ദമ്മൂട്ടിച്ച് ഉച്ചക്കത്തെ ഫുഡ് ദമ്മൊക്കെ പോയിട്ടുണ്ടോ? എന്നിട്ട് പാക്കേജ് നോട്ട് സ്പൈസി ഒരു പ്ലേറ്റ്. എന്താ തായോ കായ്ക്ക് വേഗം
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അതേ ഒരുപാട് ഹട്ടുണ്ട് അതെ. അപ്പോൾ ഫുഡ് കഴിക്കൽ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡറിൽ നിന്ന് എമിഗ്രേഷൻ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ നമ്മളെ ഖത്തർ ബോർഡർക്ക് കയറാം. അപ്പോൾ ഇനി പോയോക്കാം. അപ്പോൾ ഇനി ബോർഡറൊക്കെ ക്രോസ് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടെ നിന്ന് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഖത്തറിൻ്റെ ബോർഡർ കയറാം. അപ്പോൾ നമ്മുടെ സൗദിയിലെ ബോർഡർ എത്തിയിട്ടില്ലേ. അപ്പോൾ അങ്ങനെ സൗദിയിലെ എമിഗ്രേഷനും അവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ഖത്തറിൻ്റെ ബോർഡർ. അപ്പോൾ ഖത്തറിൻ്റെ ബോർഡറിൽ നിന്ന് ഇതേപോലെ എമിഗ്രേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ വണ്ടി തുറന്നിട്ട് ചെക്ക് ചെയ്യും വണ്ടിയുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ അതും കൂടി അപ്പോൾ നമ്മുടെ ഖത്തറിൻ്റെ ബോർഡറിലേക്ക് എത്തിയിട്ടില്ലേ. ഇവിടെ മെൻഷൻ ചെയ്തേക്കണു ബോർഡർ ചെക്ക് പോസ്റ്റ്. ഇവിടുത്തെ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ സൗദി നേരെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഖത്തർ എമിഗ്രേഷനിൽ എല്ലാ പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മൾ ഖത്തറിലോട്ട് എത്തിയിട്ടില്ലേ. ഖത്തർ എമിഗ്രേഷനിൽ നിന്ന് ഇതുപോലെ 6 ആൾക്ക് ഓരോ പാസ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ലുസൈലിലെ വിന്റർ വണ്ടറിലുണ്ടല്ലോ അതിൻ്റെ ഒരു ഓഫറും ടിക്കറ്റാണ്. അത് നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റിനും 10% ഓഫ് ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ റിയാദിലെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഖത്തറിലെത്തി. വണ്ടി ഫുള്ള് ചളിയാടില്ല. ചളി എന്ന് പറഞ്ഞാൽ അമ്മാരി ചളി. 4 ദിവസത്തെ ചളി ഉണ്ട് ഈ വണ്ടി. അന്ന് ആ മലയൊക്കെ കയറിപ്പോയ ചളി വേറെ അങ്ങനെ അടിപൊളിയായിട്ട് ചളിയുണ്ട്. അപ്പോൾ നേരെ സർവീസിനോട് നിട്ടിക്കാണ് ഇവിടെ ഖത്തറിൽ. അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ 5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ വണ്ടി നമ്മളിവിടെ നിർത്തിട്ട് പോകണം. നാളെ രാവിലെ വന്നെടുക്കാം. അതാണ് ബെറ്റർ. നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്ത് ഇന്നലെ രാത്രി ആയിരുന്നു. ഒന്നര 8 പോയതായിരുന്നു അവിടെ. അപ്പോൾ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കി കിടക്കുന്നുണ്ടിട്ടില്ലേ. അപ്പോൾ വണ്ടിയുടെ ഈ വാഷോടും കൂടി നമ്മൾ ട്രാവലിംഗ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.